നമസ്കാരം, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ പുതിയൊരു സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ LDC മാസ്റ്റർ സീരീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ ചെയ്യുന്നത്. ജിയോഗ്രഫിയിൽ 100ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന LDC, അതുപോലെ ഡിഗ്രി മെയിൻസ്, അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അടുത്ത കൊല്ലം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. KS എക്സാമുകൾ വന്നാൽ അങ്ങനത്തെ എക്സാമുകൾക്കും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ക്ലാസ് മുഴുവനായി കേട്ട് തന്നെ പഠിക്കുക, റിപ്പീറ്റായിട്ട് കേട്ട് പഠിക്കുക. നിങ്ങൾക്ക് മറ്റ് ജോലികൾ ചെയ്യണ ആൾക്കാരാണെങ്കിലും LDC അല്ലെങ്കിൽ PSC എക്സാമുകളുടെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരായാലും ചോദ്യങ്ങളൊക്കെ കേട്ട് തന്നെ പഠിക്കുക. ക്ലാസ് അവിടെ ഇട്ട് റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് തന്നെ പഠിക്കുക. നമുക്കറിയാം, ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് തന്നെ ചോദിക്കും. പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒക്കെ റിപ്പീറ്റായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം: The only district in Kerala that has no coastline and shares borders with the district of Kerala only. അപ്പോൾ ചോദ്യം ഇതാണ്: തീരപ്രദേശമില്ലാത്ത കേരളത്തിലെ ജില്ല. പക്ഷേ ആ ജില്ല മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊന്നും അതിർത്തി പങ്കിടുന്നില്ല. കേരളത്തിലെ ജില്ലകളായിട്ട് മാത്രമേ അതിർത്തി പങ്കിടുള്ളൂ. ആ ജില്ല ഏതാണ്? ഉത്തരം കോട്ടയമാണ്. രണ്ടാമത്തെ ചോദ്യം: The district of Kerala with the largest number of rivers flowing. ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഉത്തരം കാസർഗോഡ്. ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഈസ് തോട്ടപ്പള്ളി സ്പിൽവേ? ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഏത് ജില്ലയിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ? ആലപ്പുഴയിലാണ്, ആലപ്പുഴ. ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള ദ തുളു ലാംഗ്വേജ് ഈസ് സ്പോക്കൺ? തുളു ലാംഗ്വേജ് സംസാരിക്കുന്ന ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം കാസർഗോഡ്. വിച്ച് ഡിസ്ട്രിക്ട് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടൊബാക്കോ ഇൻ കേരള? കേരളത്തിലെ ഏറ്റവും വലിയ പുകയില ഉൽപ്പാദകർ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഇൻ വിച്ച് റിവർ ഈസ് പെരുവണ്ണാമൂഴി ഡാം? കുറ്റിയാടി പുഴയിലാണ് പെരുവണ്ണാമൂഴി ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം: ഇൻ ദ റിവർ വിച്ച് ഈസ് നോൺ ആസ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ്? പമ്പയാണ്, പമ്പ. അടുത്ത ചോദ്യം: വിച്ച് റിവർ വാസ് കാൾഡ് ദ ഇംഗ്ലീഷ് ചാനൽ ഇൻ ഇന്ത്യ ആസ് ഇറ്റ് സെപ്പറേറ്റഡ് ദ ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് ഓക്യുപ്പൈഡ് ടെറിട്ടറീസ്? ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്നാണ് ചോദ്യം. അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം, ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടാനുള്ള കാരണം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ടെറിട്ടറിയെയും ഫ്രഞ്ച് ടെറിട്ടറിയെയും വേർതിരിച്ചത് ഈ നദിയാണ്. ഏതാണ് ആ നദി? മയ്യഴിപ്പുഴയാണ്. മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴയാണ് മയ്യഴിപ്പുഴ. അടുത്ത ചോദ്യം: ദ റിവർ ഫ്ലോസ് ത്രൂ ദ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. അപ്പോൾ ഒരു ചോദ്യം കൂടി അവിടെ പഠിച്ചു വയ്ക്കുക. സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയാണ്. PSC തരുന്ന ഉത്തരം. ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ്. അപ്പോൾ അടുത്ത ചോദ്യം: ഇൻ വിച്ച് റിവർ ദ ധർമ്മടം ഐലൻഡ് ഈസ് സിറ്റുവേറ്റഡ്? ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണെന്നാണ് ചോദ്യം. ഉത്തരം അഞ്ചരക്കണ്ടി പുഴയിലാണ് ധർമ്മടം ദ്വീപ്. അടുത്ത ചോദ്യം: ദ ക്ലൈമറ്റ് ഓഫ് കേരളത്തിൻ്റെ ക്ലൈമറ്റ് ഏതാണെന്നാണ്? കാലാവസ്ഥ ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്, ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം: വിച്ച് ഡിസ്ട്രിക്ട് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് റബ്ബർ ഇൻ കേരള? കേരളത്തിലെ റബ്ബറിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പാദകർ ആരാണ്? ഏത് ജില്ലയാണെന്നാണ് ചോദ്യം. ഉത്തരം കോട്ടയം. 13ാമത്തെ ചോദ്യം: വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാസ് ദ ലാർജസ്റ്റ് ഏരിയ അണ്ടർ പാഡി കൾട്ടിവേഷൻ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം പാലക്കാട്. വിച്ച് ഡിസ്ട്രിക്ട് ഹാസ് ദ ലീസ്റ്റ് ഏരിയ അണ്ടർ പാഡി കൾട്ടിവേഷൻ? ഏറ്റവും കുറവ് നെല്ലുൽപാദനം നടത്തുന്ന ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കുറവ് നെല്ലുൽപാദനം ഇടുക്കി, ഏറ്റവും കൂടുതൽ പാലക്കാട്. അടുത്ത ചോദ്യം: ദ മെഡിസിനൽ പാഡി വെറൈറ്റി ഓഫ് കേരള ദാറ്റ് ഗ്രാൻഡഡ് ദ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ്? അപ്പോൾ കേരളത്തിലെ മെഡിക്കൽ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ മെഡിസിനൽ പ്രോപ്പർട്ടിയുള്ള ഔഷധ ഗുണമുള്ള അരി ഏതാണെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ നെല്ല് ഏതാണെന്നാണ് ചോദ്യം. ജിയോഗ്രഫിക്കൽ ടാഗ് കിട്ടിയിട്ടുള്ള, അതായത് GI ടാഗ് കിട്ടിയിട്ടുള്ള കേരളത്തിലെ പാഡി വെറൈറ്റി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം നവര അരിയാണ്, നവര. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം: ദ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് ഈസ് നെയ്മഡ് ആഫ്റ്റർ എ ട്രീ? ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന ചോദ്യം. നമ്മുടെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള കേരളമാണ്. അടുത്ത ചോദ്യം: ദ ഫസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള? കേരളത്തിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറി തേക്കടിയാണ്, തേക്കടി. ദ ഫസ്റ്റ് ലയൺ സഫാരി പാർക്ക് ഇൻ കേരള വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ്? കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് എവിടെയാണ് തുടങ്ങിയത്? നെയ്യാർ ഡാമിലാണ്, നെയ്യാർ ഡാം. അടുത്ത ചോദ്യം: മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ്? വയനാട്. ഉത്തരം വയനാട്. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി, മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട്ടിലാണ്. അടുത്ത ചോദ്യം: ദ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഓഫ് കേരള? കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്.
വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ കേരള ടു യൂസ് ഇലക്ട്രിസിറ്റി ഈസ് ദ കണ്ണൻ ദേവൻ കമ്പനി. ഇറ്റ് ഈസ് ഇൻ ദ ഡിസ്ട്രിക്റ്റ് ഓഫ് ഇടുക്കി. അപ്പോൾ കണ്ണൻ ദേവൻ കമ്പനിയാണ് ആദ്യമായിട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അത് ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം. ഉത്തരം ഇടുക്കിയിലാണ്. അടുത്ത ചോദ്യം, ദ പ്ലേസ് വേർ ദ ഫസ്റ്റ് റബ്ബർ ബേസ്ഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ കേരള വാസ് സ്റ്റാർട്ടഡ്. കേരളത്തിൽ എവിടെയാണ് ആദ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, റബ്ബർ ബേസ്ഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്ഥാപിതമായതെന്നാണ് ചോദ്യം. ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രി എവിടെയാണ്? നിലമ്പൂരാണ്. നിലമ്പൂരിലാണ് കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രി. അടുത്ത ചോദ്യം, വിച്ച് നാഷണൽ ഹൈവേ കവേഴ്സ് ദ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ത്രൂ കേരള. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളമേറിയ ദേശീയപാത ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം NH 66, NH 66 ആണ്. അടുത്ത ചോദ്യം, കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ദ പ്ലേസ് കണക്റ്റഡ് ബൈ ദ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈന് ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യണമായിരുന്നു? ഉത്തരം തിരൂര് ബേപ്പൂര്. തിരൂരും ബേപ്പൂരും തമ്മിൽ കണക്ട് ചെയ്യണമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. അടുത്ത ചോദ്യം, 27ാമത്തെ ചോദ്യം, ദ ഓൺലി റെയിൽവേ സ്റ്റേഷൻ ഇൻ പത്തനംതിട്ട ഡിസ്ട്രിക്ട്. പത്തനംതിട്ട ജില്ലയിലെ ഒരൊറ്റ റെയിൽവേ സ്റ്റേഷൻ, ഏക റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവല്ലയാണ്. ഉത്തരം തിരുവല്ല. അടുത്ത ചോദ്യം, ദ ഡിസ്ട്രിക്ട് ഇൻ കേരള വിത്തൗട്ട് റെയിൽവേ ലൈൻ. കേരളത്തിലെ ഏത് ജില്ലകളിലൂടെയാണ് റെയിൽവേ ലൈൻ കടന്നു പോകാത്തത് എന്നാണ് ചോദ്യം. ഉത്തരം ഇടുക്കിയും വയനാടുമാണ്. ഇടുക്കി ആൻഡ് വയനാട്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ തിരുവനന്തപുരം വാസ് ഡിക്ലെയർഡ് ദ 5th ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 5ാമത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ട് തിരുവനന്തപുരത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? വർഷം 1991. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഈസ് നല്ലളം തെർമൽ പ്രൊജക്റ്റ്. നല്ലളം തെർമൽ പ്രൊജക്റ്റ് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ദ മൗണ്ടെയിൻ റേഞ്ചസ് റൺ പാരലൽ ടു ദ ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിന് പാരലായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഈസ്റ്റേൺ ഗട്ട്സ് ആണ്. ഈസ്റ്റേൺ ഗട്ട്സ്. അടുത്ത ചോദ്യം, ഹൽദിഘട്ടി പാസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് മൗണ്ടെയിൻ റേഞ്ചസ്. ഏത് പർവ്വതനിരയ്ക്ക് കുറുകെയാണ് ഹാൽദിഘട്ടി പാസ് ഉള്ളത്? ഉത്തരം ആരവല്ലി റേഞ്ചസ് ആണ്. ആരവല്ലി പർവ്വതനിരയ്ക്ക് കുറുകെയാണ് ഹാൽദിഘട്ടി പാസ് ചുരം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ യങ്ങസ്റ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മൗണ്ടെയിൻ റേഞ്ചസ് അഥവാ പർവ്വതനിര ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഹിമാലയമാണ്. അടുത്ത ചോദ്യം, ദ മൗണ്ടെയിൻ റേഞ്ച് ബിറ്റ്വീൻ നർമ്മദ ആൻഡ് താപ്തി. നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിര ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം സത്പുര. അടുത്ത ചോദ്യം, ഇൻ ഇന്ത്യ ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് സിമെൻറ്റ് ഇൻഡസ്ട്രി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1904 അറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സിമെൻറ്റ് ഇൻഡസ്ട്രി 1904 സ്റ്റാർട്ട് ചെയ്തത്. എവിടെ വെച്ചിട്ടായിരുന്നു അത്? ഉത്തരം ചെന്നൈയാണ്. അടുത്ത ചോദ്യം, ദ റിവർ വിച്ച് മാർക്സ് ദ ഇൻ്റർനാഷണൽ ബൗണ്ടറി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നേപ്പാൾ. ഇന്ത്യക്കും നേപ്പാളിനും ഇടയിൽ ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യണ നദി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഗാങ്ടോക്ക് ആണ്. ഗാങ്ടോക്ക്. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എക്സ്പോർട്ട് ഗുഡ്സ്. ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ഏതാണെന്നാണ് ചോദ്യം. എന്തിൻ്റെ ടേംസിലാണ്? നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെയും എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിൻ്റെയും ബേസിസിൽ ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടൺ ഇൻഡസ്ട്രിയാണ്, പരുത്തി വ്യവസായമാണ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഏരിയ പ്രയോറിറ്റി വാസ് ഗിവൺ ഇൻ ദ സെക്കൻഡ് 5-year പ്ലാൻ. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഏരിയ ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഇൻഡസ്ട്രിയൽ ഏരിയയാണ്, ഇൻഡസ്ട്രിയൽ സെക്ടറിനാണ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് റിവർ ഈസ് ഗാന്ധി സാഗർ ഡാം. ഗാന്ധി സാഗർ ഡാം ഏത് നദിക്ക് കുറുകെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ചമ്പൽ നദിക്ക് കുറുകെയാണ്. അടുത്ത ചോദ്യം, ഫോർ വിച്ച് മിനറൽ കൊഡർമ മൈൻസ് വാസ് ഫേമസ്. ഏത് മിനറലിന്, ഏത് ധാതുവിനാണ് കൊഡർമ മൈൻസ്, കൊഡർമ ഖനികൾ ഫേമസ് ആയിട്ടുള്ളത്? ഉത്തരം മൈക്കയാണ്, മൈക്കയ്ക്കാണ്. അടുത്ത ചോദ്യം, വിച്ച് റിവർ ഫ്ലോസ് ബിറ്റ്വീൻ ദ സത്പുര ആൻഡ് വിന്ധ്യ. സത്പുരയ്ക്കും വിന്ധ്യയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം നർമ്മദയാണ്. സത്പുരയ്ക്കും വിന്ധ്യയ്ക്കും ഇടയിലൂടെ ഒഴുകുന്നത് ഏതാണ്? നർമ്മദ. അടുത്ത ചോദ്യം, ഫോർ വിച്ച് മിനറൽ
ക്യാംബെ ഇൻ ഗുജറാത്ത് ഈസ് ഫേമസ്. ഏത് ധാതുവിനാണ് ക്യാംബെ, ഗുജറാത്തിലെ ക്യാംബെ ഫേമസ് ആയിട്ടുള്ളത്? ഉത്തരം പെട്രോളിയമാണ്. ഫ്രം വിച്ച് റിവർ ഹാസ് ദ രാജസ്ഥാൻ കനാൽ, ഇന്ദിരാഗാന്ധി കനാൽ ബീൻ ടേക്കൺ ഔട്ട്. ഏത് റിവറിൽ നിന്നാണ്, ഏത് നദിയിൽ നിന്നാണ് രാജസ്ഥാൻ കനാൽ സ്റ്റാർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ രാജസ്ഥാൻ കനാലിലേക്കുള്ള വെള്ളം എടുക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം സത്ലജാണ്, സത്ലജ് നദിയിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. ഇന്ത്യൻ ഇൻഡസ്ട്രികളുടെ ഫാദർ എന്നറിയപ്പെടുന്ന, പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ്, ജംഷഡ്ജി ടാറ്റ. അടുത്ത ചോദ്യം, ദ റിവർ ദാറ്റ് കവേഴ്സ് ദ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന നദി ഏതാണ്, ഒഴുകുന്ന നദി ഏതാണ്? ഗംഗയാണ്. ഫോർ വിച്ച് ഇൻഡസ്ട്രി നേപ്പാനഗർ ഈസ് ഫേമസ്. നേപ്പാനഗർ ഏത് ഇൻഡസ്ട്രിക്കാണ് ഫേമസ് ആയിട്ടുള്ളത്? ഉത്തരം ന്യൂസ് പ്രിൻ്റാണ്, ന്യൂസ് പ്രിൻ്റാണ്. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ലാൻഡ് ഫോം ഈസ് ഒക്യുപ്പൈഡ് ബൈ ദ ലാർജസ്റ്റ് പോർഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂമി ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? പ്ലെയിൻസ് ആണ്, പ്ലെയിൻസ്. അടുത്ത ചോദ്യം, ആറ്റോമിക് എനർജി കമ്മീഷൻ വാസ് ഫോംഡ് ഇൻ. ഇന്ത്യയിലെ ആറ്റോമിക് എനർജി കമ്മീഷൻ എന്നാണ് രൂപവൽക്കരിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം 1948. 1948 ഇന്ത്യയിലെ ആറ്റോമിക് കമ്മീഷൻ രൂപവൽക്കരിച്ചത്. അടുത്ത ചോദ്യം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജി വാസ് ഫോംഡ് ഇൻ. ആറ്റോമിക് എനർജിയുടെ ഡിപ്പാർട്ട്മെൻറ്റ്, വകുപ്പ് രൂപീകരിച്ചതെന്നാണ് 1954. 1954, 1954. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല എവിടെയാണ് ആരംഭിച്ചത്? ഉത്തരം പാൻനഗറാണ്, പാൻനഗർ. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് വെദർ എഫക്റ്റിംഗ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കൃഷിയെ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ഏതാണെന്നാണ് ചോദ്യം. ക്ലൈമറ്റിൻ്റെ എലമെൻ്റ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം റെയിൻഫാളാണ്, മഴയാണ് ഇന്ത്യയിലെ കൃഷിയെ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെതറിൻ്റെ എലമെൻറ്റ്. അടുത്ത ചോദ്യം, ദ സ്ലോഗൻ ലൈഫ് ലൈൻ ഓഫ് നേഷൻ ഈസ് റിലേറ്റഡ് ടു. ഇന്ത്യയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്ലോഗനാണ്? ഉത്തരം ഇന്ത്യൻ റെയിൽവേസ് ആണ്, ഇന്ത്യൻ റെയിൽവേസ്. അടുത്ത ചോദ്യം, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി. വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലോങ്ങസ്റ്റ് കവറേജ് ഓഫ് നാഷണൽ ഹൈവേസ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേ ഉള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഉത്തർപ്രദേശാണ്. ദ ഇൻഡസ്ട്രി വിച്ച് ലീഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏത് ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രിയലൈസേഷന് തുടക്കം കുറിച്ചത് എന്നാണ് ചോദ്യം. കോട്ടൺ ടെക്സ്റ്റൈൽസ് ആണ്, കോട്ടൺ ടെക്സ്റ്റൈൽസ്. അടുത്ത ചോദ്യം, ഇന്ത്യാസ് ഫസ്റ്റ് കോർപ്പറേറ്റ് എയർപോർട്ട് വാസ് ഓപ്പൺഡ് ഇൻ 1999 ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. 1999 ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ് രൂപീകരിച്ചത് എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ തുറന്നു കൊടുത്തത് എന്നാണ് ചോദ്യം. ഉത്തരം കേരളമാണ്. Cotton textiles industry in India was started with the establishment of a textile mill in 1818 at Fort Gloucester near. എവിടെയാണ് 1818 ഫോർട്ട് ഗ്ലോസ്റ്ററിൽ വെച്ച് ഒരു ടെക്സ്റ്റൈൽ മില്ലിൻ്റെ ഉദ്ഘാടനത്തോടെ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇന്ത്യയിൽ തുടങ്ങാൻ കാരണമായത് എവിടെ വെച്ചാണെന്നാണ് ചോദ്യം. ഉത്തരം കൊൽക്കത്ത. അടുത്ത ചോദ്യം, 58ാമത്തെ ചോദ്യം, ലാർജ് സ്കെയിൽ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ഇൻ മുംബൈ ഇൻ 1854. വലിയ രീതിയിലുള്ള കോട്ടൺ ഇൻഡസ്ട്രിയൽ വ്യവസായം ഇന്ത്യയിൽ ആരംഭിച്ചത് മുംബൈയിലാണ്. ഏത് കൊല്ലം മുതലാണ്? 1854 മുതലാണ്. അടുത്ത ചോദ്യം, ദ സെക്കൻഡ് ലാർജസ്റ്റ് അഗ്രികൾച്ചറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കാർഷികമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഷുഗർ ഇൻഡസ്ട്രിയാണ്, പഞ്ചസാര ആണ്. അടുത്ത ചോദ്യം, ദ പ്ലാറ്റ്യൂ ഇൻ ഇന്ത്യ ഫേമസ് ഫോർ മിനറൽ റിസോഴ്സസ്. ഇന്ത്യയിലെ മിനറൽ റിസോഴ്സിനെ, ധാതുക്കളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ധാതുക്കളുടെ നിക്ഷേപവുമായിട്ട് ഏറ്റവും കൂടുതലുള്ള പ്ലാറ്റ്യൂ ഏതാണെന്നാണ് ചോദ്യം. ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആണ്, ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് എനർജി ഇൻ ഇന്ത്യ. തെർമൽ പവറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് ഏതാണ്? തെർമൽ പവറാണ്, താപോർജ്ജമാണ്. ഫോർ വിച്ച് മിനറൽ ജാദുഗുഡ മൈൻ ഇൻ ജാർഖണ്ഡ് ഈസ് ഫേമസ്. ജാർഖണ്ഡിലെ ജാദുഗുഡ ഖനികൾ ഏത് മിനറലിനാണ് പ്രശസ്തമായിട്ടുള്ളത്? യുറേനിയം ഖനിയാണ്, യുറേനിയം ഖനിയാണ് ജാദുഗുഡയിലുള്ളത്. ജാർഖണ്ഡിലാണ് ജാദുഗുഡ. 63ാമത്തെ ചോദ്യം, ഇന്ത്യൻ റെയിൽവേ വാസ് നാഷണലൈസ്ഡ് ഇൻ 1951. ഇന്ത്യൻ റെയിൽവേ എന്നാണ് നാഷണലൈസ് ചെയ്യപ്പെട്ടത്, ദേശസാൽക്കരിച്ചത്? 1951. അടുത്ത ചോദ്യം, ദ ലാർജസ്റ്റ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ
ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഏതാണ്? കോട്ടൺ ടെക്സ്റ്റൈൽസ് ആണ്. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്? ഷുഗർ ആയിരുന്നു. അടുത്ത ചോദ്യം, ഫോർ വിച്ച് മിനറൽ അസൻസോൾ ഇൻ വെസ്റ്റ് ബംഗാൾ, സാമ്പൽപൂർ ഇൻ ഒറീസ, ഝാറിയ ആൻഡ് ധൻബാദ് ഇൻ ജാർഖണ്ഡ് ആർ ഫേമസ്? ഏത് മിനറലിൻ്റെ പേരിലാണ് ധൻബാദ് അതേപോലെ ഝാറിയ ഈ രണ്ടുപേരും ജാർഖണ്ഡിലുള്ളതാണ്? ഈ രണ്ട് ഖനികൾ ജാർഖണ്ഡിലുള്ളതാണ്. അതേപോലെ സാമ്പൽപൂർ ഒറീസയിലുള്ളതാണ്. അസാൻസോൾ വെസ്റ്റ് ബംഗാളിലുള്ളതാണ്. ഈ മിനറലുകളൊക്കെ ഏത് മിനറലിൻ്റെ പേരിലാണ് ഈ ഖനികളൊക്കെ പ്രശസ്തമായിട്ടുള്ളത്? കോളിൻ്റെ പേരിലാണ് അഥവാ കൽക്കരിയുടെ പേരിലാണ്. അടുത്ത ചോദ്യം, ദ ചെയർമാൻ ഓഫ് ദ അറ്റോമിക് എനർജി കമ്മീഷൻ വെൻ ഇന്ത്യ കണ്ടക്റ്റഡ് ഇറ്റ്സ് ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ? ഇന്ത്യയുടെ ആദ്യത്തെ അണുപരീക്ഷണം നടന്ന സമയത്ത് ഇന്ത്യയുടെ ചെയർമാൻ ആരായിരുന്നു? അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഹോമി സേത്ന. അടുത്ത ചോദ്യം, ഭദ്രാവതി ഫേമസ് ഫോർ ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ ദ സ്റ്റേറ്റ് ഓഫ്? ഭദ്രാവതി ഏത് സ്റ്റേറ്റിലാണ് പ്രശസ്തമായിട്ടുള്ളത്? എന്തിനാണ് പ്രശസ്തമായിട്ടുള്ളത്? ഇരുമ്പിനും സ്റ്റീലിനുമാണ്. ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. അടുത്ത ചോദ്യം, ലോങ്ങസ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ഇന്ത്യ NH44 കണക്ട്സ് ശ്രീനഗർ ആൻഡ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ ആയിട്ടുള്ള NH44 ശ്രീനഗറിനെയും മറ്റേത് സ്ഥലത്തെയും ബന്ധിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം? കന്യാകുമാരിയാണ്. ശ്രീനഗറും കന്യാകുമാരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NH44. 69ാമത്തെ ചോദ്യം, ഫോർ വിച്ച് മിനറൽ കോരാപ്പൂർ, അതായത് ഒറീസയിലാണ് കോരാപ്പുട്ട് ഒറീസ, കുഡാപ്പ് ആന്ധ്രാപ്രദേശിലെ കുഡാപ്പ് ആൻഡ് സേലം തമിഴ്നാട്ടിലെ സേലം ആർ ഫേമസ്? അലുമിനിയത്തിനാണ് സേലം, കോരാപ്പുട്ട് അതേപോലെ കുഡാപ്പ് ആന്ധ്രാപ്രദേശിലെ കുഡാപ്പും പ്രശസ്തമായിട്ടുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് നോൺ ആസ് ദ മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്, മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. അടുത്ത ചോദ്യം, ദ ടൈം ടേക്കൺ ബൈ ദ സൺ ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ അറൗണ്ട് ദ സെൻറ്റർ ഓഫ് മിൽക്കി വേ ഈസ് ടേംഡ്? സൂര്യന് മിൽക്കി വേക്ക് ചുറ്റും റെവല്യൂഷൻ നടത്താൻ വേണ്ട സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ സമയത്തിനെ പറയുന്ന പേരാണ് കോസ്മിക് ഇയർ എന്ന്. കോസ്മിക് ഇയർ ഒറ്റ വട്ടം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് കോസ്മിക് ഇയർ. അടുത്ത ചോദ്യം, ദ ഗാലക്സി ടു വിച്ച് ദ സൺ ബിലോങ്സ്? സൂര്യൻ ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ്? മിൽക്കി വേ ആണ്. അടുത്ത ചോദ്യം, ദ ടൈം റിക്വയർഡ് ഫോർ ലൈറ്റ് ടു ട്രാവൽ ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്ത് ഈസ് ഡാഷ് സെക്കൻഡ്സ്? ഭൂമിക്കും ചന്ദ്രനുമിടയിൽ വെളിച്ചത്തിന് സഞ്ചരിക്കാൻ വേണ്ട സമയം എത്രയാണ്? 1.3 സെക്കൻഡാണ്. 1.3 സെക്കൻഡ്. അടുത്ത ചോദ്യം, ദ പൊസിഷൻ ഓഫ് ദ സൺ നിയറസ്റ്റ് ടു എർത്ത് ഈസ് നോൺ ആസ്? സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന സമയത്തെ നമ്മൾ എന്താണ് പറയുക? ആ പൊസിഷനെ നമ്മൾ എന്താ പറയുക? പെരിഹീലിയൻ എന്നാണ് പറയുക. പെരിഹീലിയൻ. ദ ഓൺലി പ്ലാനറ്റ് വിച്ച് ടേക്സ് മോർ ടൈം ടു കംപ്ലീറ്റ് എ റൊട്ടേഷൻ ദാൻ എ റെവല്യൂഷൻ? റെവല്യൂഷനേക്കാൾ കൂടുതൽ സമയം റൊട്ടേഷൻ എടുക്കുന്ന പ്ലാനറ്റ് ഏതാണെന്നാണ് ചോദ്യം? വീനസ് ആണ്. അടുത്ത ചോദ്യം, ദ പ്ലാനറ്റ് ഹൂസ് സാറ്റലൈറ്റ്സ് ആർ നെയ്മഡ് ആഫ്റ്റർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയർ ആൻഡ് പോപ്പ്? ഷേക്സ്പിയറിൻ്റെയും പോപ്പിൻ്റെയും ക്യാരക്ടറുകൾ, കഥാപാത്രങ്ങളുടെ പേര് നൽകിയിട്ടുള്ളത് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് എന്നാണ് ചോദ്യം? ഉത്തരം യുറാനസിൻ്റെയാണ്. അടുത്ത ചോദ്യം, 77ാമത്തെ ചോദ്യം, ദ ടൈം ഈസ് ടേക്കൺ ബൈ എർത്ത് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ 23 hours 56 minutes. ഭൂമി ഒരു തവണ സ്വയം കറങ്ങാൻ വേണ്ടി എത്ര സമയമാണ് എടുക്കണമെന്നാണ് ചോദ്യം? ഉത്തരം 23 മണിക്കൂറും 56 മിനിറ്റും, അതായത് 56 മിനിറ്റും 4 സെക്കൻഡുമാണ്. 4.091 സെക്കൻഡുമാണ്. ഏകദേശം 24 മണിക്കൂർ. അടുത്ത ചോദ്യം, ഡ്യൂ ടു വിച്ച് വിൻഡ് സെൻട്രൽ യൂറോപ്പ് എൻജോയ്സ് എ വാർമർ ക്ലൈമറ്റ്? സെൻട്രൽ യൂറോപ്പിൽ ഒരു ചൂട് കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നത് ഏത് കാറ്റിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്? ഫോൺ എന്ന കാറ്റിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അടുത്ത ചോദ്യം, ദ ഹോട്ട് ഡ്രൈ വിൻഡ് ഓൺ ദ ഈസ്റ്റ് ഓർ ലീവാർഡ് സൈഡ് ഓഫ് ദ റോക്കി മൗണ്ടെയ്ൻസ് നോർത്ത് അമേരിക്ക ഈസ് കാൾഡ്? നോർത്ത് അമേരിക്കയുടെ, അതായത് റോക്കി മൗണ്ടെയ്ൻസിൻ്റെ ഈസ്റ്റായിട്ട് കിഴക്കായിട്ട് വീശുന്ന ഹോട്ട് ഡ്രൈ വിൻഡ് ഏതാണെന്നാണ്? ചൂടുള്ള വരണ്ട കാറ്റ് ഏതാണെന്നാണ് ചോദ്യം? ഉത്തരം ചിനൂക്കാണ്. അപ്പോൾ വരണ്ട ചൂടുള്ള കാറ്റാണ് ചിനൂക്ക്. റോക്കി മൗണ്ടെയ്ൻസിലൂടെ വീശുന്ന കാറ്റാണ്. റോക്കി മൗണ്ടെയ്ൻസ് നോർത്ത് അമേരിക്കയിലാണ്. അടുത്ത ചോദ്യം, ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹൈഡ്രോസ്ഫിയറിൻ്റെ ഏറ്റവും വലിയ പാർട്ട് ഏതാണ്? പസഫിക് ഓഷ്യനാണ്. പസഫിക് ഓഷ്യൻ അഥവാ ശാന്തസമുദ്രമാണ്. അടുത്ത ചോദ്യം, വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് മോർണിംഗ് സ്റ്റാർ? പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന പ്ലാനറ്റ്,
അതായത് ഗ്രഹം ഏതാണ്? ഉത്തരം വീനസ് ആണ് അഥവാ ശുക്രനാണ്. അടുത്ത ചോദ്യം, ദ മൗണ്ടൈൻ ഇൻ ഹവായ് ഐലൻഡ്സ് ആൻഡ് ഈസ് ടാളർ ദാൻ മൗണ്ട് എവറസ്റ്റ് വൈൽ മെഷറിംഗ് ഫ്രം ഇറ്റ്സ് ബോട്ടം ഇൻ ദ ഓഷ്യൻ ഫ്ലോർ. മൗണ കിയാണ്. അപ്പോൾ ഹവായി ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഏത് മൗണ്ടൈനാണ്, ഏത് പർവ്വതത്തിനാണ് അല്ലെങ്കിൽ ഏത് കൊടുമുടിക്കാണ് എവറസ്റ്റ് കൊടുമുടിയെക്കാട്ടിലും വലിപ്പമുള്ളത്? അതായത് കടലിൻ്റെ അടിയിലുള്ള ആ വലിപ്പം മുതൽ അളക്കണ സമയത്ത് എവറസ്റ്റിനെക്കാട്ടിലും വലിയ ഒരു മൗണ്ടൈനാണ് ഹവായി ഐലൻഡിലുള്ളത്. ഏതാണ് ആ മൗണ്ടൈൻ? മൗയ കിയാണ്, മൗയ കിയ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് പാർട്ട് ഓഫ് പസഫിക് ഓഷ്യൻ മറിയാന ട്രഞ്ച് ഈസ് സിറ്റുവേറ്റഡ്? പസഫിക് ഓഷ്യൻ്റെ ശാന്തസമുദ്രത്തിൻ്റെ ഏത് ഭാഗത്താണ് മറിയാന ട്രഞ്ച്, മറിയാന ഗർത്തം സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റേൺ നോർത്ത് പസഫിക്കിലാണ്, വെസ്റ്റേൺ നോർത്ത് പസഫിക്. ദ ഓൺലി 2 ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ഓഫ് സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റ് ആർ. സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റിലെ ഭൂഖണ്ഡത്തിലുള്ള 2 ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള കരബന്ധിതമായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഉത്തരം ബൊളീവിയയും പാരഗ്വേയാണ്, ബൊളീവിയ ആൻഡ് പാരഗ്വേ. അടുത്ത ചോദ്യം, ഡ്യൂറിങ് വിച്ച് പീരിയഡ് ദ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഹാസ് ആൾമോസ്റ്റ് സ്റ്റോപ്പ്ഡ്? ഏത് ടൈമിലാണ്, ഏത് പീരിയഡിലാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഏകദേശം നിന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ക്വാട്ടർണറി പീരിയഡാണ്, ക്വാട്ടർണറി പീരിയഡ്. അടുത്ത ചോദ്യം, വിച്ച് കോണ്ടിനെൻ്റ് ഹാസ് ദ ഹയസ്റ്റ് മീൻ എലവേഷൻ ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന മോസ്റ്റ് എലിവേഷനുള്ള കോണ്ടിനെൻ്റ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം അന്റാർട്ടിക്കയാണ്. അടുത്ത ചോദ്യം, ദ മൗണ്ടൈൻ ദാറ്റ് സെപ്പറേറ്റ് ദ ഐബീരിയൻ പെനിസുല ഫ്രം ദ റെസ്റ്റ് ഓഫ് കോണ്ടിനെൻ്റൽ യൂറോപ്പ്. കോണ്ടിനെൻ്റൽ യൂറോപ്പിൽ നിന്ന് ഐബീരിയൻ പെനിസുലയെ സെപ്പറേറ്റ് ചെയ്യുന്ന മൗണ്ടൈൻ ഏതാണ്? ഉത്തരം പൈറീനീസ് ആണ്, ഉത്തരം പൈറീനീസ്. അടുത്ത ചോദ്യം, ദ ലീസ്റ്റ് പോപ്പുലസ് ഇൻഹാബിറ്റഡ് കോണ്ടിനെൻ്റ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കോണ്ടിനെൻ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓസ്ട്രേലിയയാണ്. നമുക്കറിയാം അന്റാർട്ടിക്ക നമ്മളിവിടെ പരിഗണിക്കണില്ല. ഓസ്ട്രേലിയയാണ് ഏറ്റവും പോപ്പുലേഷൻ കുറവുള്ള കോണ്ടിനെൻ്റ്. അടുത്ത ചോദ്യം, ദ കോണ്ടിനെൻ്റ് ത്രൂ വിച്ച് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പാസസ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അതേപോലെ തന്നെ ഇക്വേറ്ററും ഭൂമധ്യരേഖയും ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ആഫ്രിക്കയാണ്. അടുത്ത ചോദ്യം, ദ സ്ട്രെയിറ്റ് ത്രൂ വിച്ച് ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ പാസസ്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈന് പാസ് ചെയ്യണ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ബീറിംഗ് സ്ട്രെയിറ്റ് ആണ്, ബീറിംഗ് സ്ട്രെയിറ്റ്. ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള എലിവേറ്റഡ് ബീച്ച് ഹൈവേസ് ആസ് പാർട്ട് ഓഫ് NH-66 വാസ് കൺസ്ട്രക്റ്റഡ് റീസെൻ്റ്ലി? കേരളത്തിലെ ഏത് ജില്ലയിലൂടെയാണ് എലിവേറ്റഡ് ബീച്ച് ഹൈവേ പുതിയതായിട്ട് ഉണ്ടാക്കിയത്? അത് ഏതിൻ്റെ ഭാഗമാണ്? NH-66ൻ്റെ ഭാഗമായിട്ടാണ് ഈ എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കിയത്. ഉത്തരം ആലപ്പുഴയിലാണ്, ആലപ്പുഴ. അടുത്ത ചോദ്യം, ദ പ്രപ്പോസ്ഡ് സൈറ്റ് ഫോർ നിള ഹെറിറ്റേജ് മ്യൂസിയം. നിള ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ പ്രപ്പോസ്ഡ് സൈറ്റ്, വരാൻ പോകുന്ന സൈറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം പൊന്നാനിയാണ്. നിള ഹെറിറ്റേജ് സൈറ്റ് അഥവാ നിള സാംസ്കാരിക മ്യൂസിയം വരാൻ പോകുന്നതിൻ്റെ സൈറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം പൊന്നാനിയാണ്. അടുത്ത ചോദ്യം, വിച്ച് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്? ഇന്ത്യയിലെ ഏറ്റവും അധികം ജില്ലകളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? നിലവിലത് ജമ്മു ആൻഡ് കാശ്മീരാണ്. അടുത്ത ചോദ്യം, ദ പ്രൊജക്ട് ടു എലിമിനേറ്റ് ലെവൽ ക്രോസിംഗ് ഇൻ നാഷണൽ ഹൈവേസ്. നാഷണൽ ഹൈവേസിലെ അഥവാ ദേശീയപാതകളിലെ ലെവൽ ക്രോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് നടപ്പിലാക്കുന്ന പ്രൊജക്റ്റ് ഏതാണ്? സേതു ഭാരതമാണ്, സേതു ഭാരതം. അടുത്ത ചോദ്യം, ദ ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് 3 ക്യാപിറ്റൽസ്. ഇപ്പം നിലവിൽ ഏത് സംസ്ഥാനത്തിനാണ് 3 ക്യാപിറ്റൽ ഉള്ളത്? ആന്ധ്രാപ്രദേശിനാണ്. അത് ഈ അടുത്ത് തന്നെ മാറാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് സ്റ്റേറ്റ് കോസി റെയിൽ മഹാസേതു വാസ് ഇനാഗുറേറ്റഡ്? കോസി റെയിൽ മഹാസേതു എന്ന് പറയുന്ന പാലം ഏത് സംസ്ഥാനത്താണ് പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞത്? ബീഹാറിലാണ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഗിവ് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ടു സ്പോർട്സ്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. എന്തിനുള്ള സംസ്ഥാനമാണ്? സ്പോർട്സിന് ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റസ് നൽകിയ ആദ്യ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം മിസോറാമാണ്, മിസോറാം. അടുത്ത ചോദ്യം, ദ ലാസ്റ്റ് കൺട്രി ടു ബിക്കം എ മെമ്പർ ഓഫ് ആഫ്രിക്കൻ യൂണിയൻ. ആഫ്രിക്കൻ യൂണിയനിൽ അംഗമായിട്ടുള്ള അവസാനത്തെ രാജ്യം മൊറാക്കോ ആണ്, മൊറാക്കോ. അടുത്ത ചോദ്യം,
ദ ഫസ്റ്റ് കൺട്രി ടു ലീവ് ദ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനിൽ നിന്നും വിട്ടുപോയ ആദ്യ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാതെ ബ്രിട്ടനാണ്. കറണ്ട് അഫെയറിൽ ചോദ്യമാണ് ബ്രിട്ടൻ. നമ്മുടെ PSCയുടെ കറണ്ട് അഫെയറിന് ഒരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ചോദ്യം തന്നെ ചോദിച്ചോളണം എന്നല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന ചോദ്യങ്ങൾ ചോദിച്ചോളണം എന്നൊരു നിർബന്ധമില്ല. ഒരു 3-4 കൊല്ലത്തിൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളാണ് PSC പൊതുവേ കറണ്ട് അഫെയർ എന്നുള്ള നിലയിൽ ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ബാക്കി അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ 100ാമത്തെ ചോദ്യം. ദ ചൈനീസ് സിറ്റി വേർ കോവിഡ് വാസ് റിപ്പോർട്ടഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ചൈനയിലെ ഏത് സിറ്റിയിലാണ് ആദ്യമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്തത് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, വുഹാൻ. അപ്പോൾ 100 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും റിപ്പീറ്റായിട്ട് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഈ സെക്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ട് തന്നെ പഠിക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.